ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ. സംസ്ഥാനത്ത് ഗോൾഡ് ലോൺ സംബന്ധിച്ച് ചില നിയമങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഗോൾഡ് ലോൺ സംബന്ധിച്ച നിയമങ്ങൾ റിസർവ് ബാങ്ക് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. പലിശ മാത്രം അടിച്ച് ലോൺ പുതുക്കുന്ന സമ്പ്രദായം ഇനി നടക്കില്ല. പുതുക്കിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒക്ടോബർ 1 മുതലാണ് ഈ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വന്നത്. ഉപഭോക്താക്കളെ സഹായിക്കാനും ഇടപാടുകൾ സുതാര്യമാക്കാനും തിരിച്ചടവ് കൃത്യമാക്കാനുമാണ് RBI ഈ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പലിശ അടിച്ച് സ്വർണം പുതുക്കുന്നത് ഇനി ഇല്ല എന്നതാണ്. പുതിയ നിയമം അനുസരിച്ച് മുതലും പലിശയും 12 മാസത്തിനുള്ളിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായും തിരിച്ചടക്കണം. ഇതിനാണ് ബുള്ളറ്റ് തിരിച്ചടവ് എന്ന് പറയുന്നത്. ലോൺ തിരിച്ചടവിൽ അച്ചടക്കം കൊണ്ടുവരാനാണ് RBI ഈ മാറ്റങ്ങൾ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത മാറ്റം പണയ സ്വർണത്തിന് എത്ര രൂപ ലോൺ കൊടുക്കാമെന്നതിലാണ്. ഇത് ലോൺ തുക അനുസരിച്ച് 3 തരംതിരിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾ 2.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ 85% വായ്പയായിട്ട് ലഭിക്കും. അതുപോലെ ലോൺ തുക 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ പണയ സ്വർണത്തിൻ്റെ 80% മാത്രമായിരിക്കും ലോൺ ലഭിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 5 ലക്ഷത്തിൻ്റെ മുകളിലുള്ള തുകയാണ് നിങ്ങൾക്ക് വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ 75% മാത്രമേ നിങ്ങൾക്ക് ലോൺ ലഭിക്കുകയുള്ളൂ. ഇനി അടുത്ത മാറ്റം, നിങ്ങൾ ലോൺ തുക മുഴുവനായിട്ട് തിരിച്ചടച്ചാൽ അന്ന് തന്നെ നിങ്ങളെ സ്വർണം തിരികെ തരണം. അങ്ങനെ തിരികെ ലഭിക്കാറുമുണ്ട്. എന്നിരുന്നാലും അങ്ങനെ ലഭിച്ചിട്ടില്ലെങ്കിൽ, അതായത് 7 ദിവസത്തിനുള്ളിൽ തിരികെ ലഭിച്ചിട്ടില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും ബാങ്കുകാരോട് നിങ്ങൾക്ക് 5000 രൂപ പിഴ ആയിട്ട് വാങ്ങാം. ഇത് ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിയമമാണ്. ഇനി നിങ്ങൾ ഒപ്പിടുന്ന കരാറിൽ എല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ സ്വർണത്തിൻ്റെ മൂല്യനിർണ്ണയം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്വർണത്തിലെ കല്ല്, പണിക്കൂലി എന്നിവയൊന്നും വിലയിരുത്തലിൽ വരുന്നതല്ല. സ്വർണത്തിൻ്റെ തനത് മൂല്യം മാത്രമേ കണക്കാക്കപ്പെടുകയുള്ളൂ. അതുപോലെ ലേല നടപടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണം അടക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വർണം ലേലം ചെയ്യുന്നതിന് മുമ്പ് ഉപഭോക്താക്കളെ രേഖാമൂലം വിവരമറിയിക്കണമെന്നാണ് നിയമം. വിപണി വിലയുടെ 90% കുറഞ്ഞ വിലയായി നിശ്ചയിക്കണമെന്നും ലേലം ചെയ്തതിന് ശേഷം ലോൺ തുക കഴിച്ച് ബാക്കി തുക 7 ദിവസത്തിനകം തിരികെ നൽകണമെന്നും ഈ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ലോൺ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഉപഭോക്താവിന് മനസ്സിലാവുന്ന ഭാഷയിൽ വിശദീകരിച്ച് നൽകണമെന്നും എഴുത്തും വായനയും അറിയാത്തവരാണെങ്കിൽ ഒരു സാക്ഷിയുടെ മുമ്പിൽ വെച്ച് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കണമെന്നും പുതിയ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന അടുത്ത നിയമങ്ങൾ എന്താണെന്ന് നോക്കാം. സ്വർണം വാങ്ങാനായിട്ട് ഇനി ഗോൾഡ് ലോൺ കിട്ടില്ല. ശുദ്ധീകരിക്കാത്ത സ്വർണത്തിനോ വെള്ളിക്കോ ലോൺ ഇല്ല. ചില സഹകരണ ബാങ്കുകൾക്ക്, അതായത് അർബൻ ബാങ്ക് പോലത്തെ ബാങ്കുകൾക്ക് ഗോൾഡ് ലോൺ നൽകാമെന്ന് RBI പറയുന്നുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.